ഹലോ ഗായ്സ്, നമ്മുടെ ഡേ 3 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10 മണിയായി. ഭയങ്കര ഉറക്കമായിട്ട് വന്ന് ഞാനൊരു 9 മണി വരെ കിടന്ന് ഉറങ്ങി. കുഴപ്പമില്ല, ഞാൻ നാളെ അതിനും കൂടി വേണ്ടി കോമ്പൻസേറ്റ് ചെയ്ത് വെളുപ്പിന് 4 മണിക്ക് എണീച്ചൊരു ഹൈക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് റൈഡൽ കേവ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഞാൻ കാറ് പാർക്ക് ചെയ്തത് വൈറ്റ് മോസസ് കാർ പാർക്കിലാണ്. ഇവിടെ നിന്ന് കേവ് വരെ അറൗണ്ട് 20 to 30 മിനിറ്റ്സ് ഒരു ഈസി വാക്കാണ്. ത്രൂ ഔട്ട് ദ വാക്ക് ബ്യൂട്ടിഫുൾ വുഡ്ലൻഡ് പാത്സ്, റൈഡൽ വാട്ടറിൻ്റെ സ്റ്റണ്ണിങ് വ്യൂസ്, പിന്നെ മൗണ്ടെയ്ൻസ്, അങ്ങനെ ഈച്ച് ടേൺ വാസ് എ പിക്ചർ പെർഫെക്റ്റ് മൊമെൻറ്റ്. ഇതുപോലെ കേവ്സും ഹിസ്റ്ററിയൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ റൈഡൽ കേവിൻ്റെ അടുത്ത് തന്നെ വേറൊരു കേവ് ഉണ്ട്, കത്തീഡ്രൽ കേവ്. ഇറ്റ് ഈസ് മച്ച് ബിഗർ. സോ അതും കൂടി വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. Jomi being a gentleman. Yeah, I think we should be. Okay. Oh, It didn't work. ദൈവം എന്ത് ചൊറിയണമെന്നാ തോന്നുന്നു. No, this didn't work. ബക്സ്റ്റോൺ ജമ്പ് എന്ന് പറഞ്ഞൊരു ഇൻഫിനിറ്റി പൂളും റൈഡൽ ഗ്രോട്ട് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഏരിയയാണ് ഈ റൈഡൽ എന്ന് പറഞ്ഞ ടൗൺ. സോ ഫൈനലി വി റീച്ച് റൈഡൽ കേവ്. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ കേവ് അല്ല. 19th സെഞ്ച്വറിയിലൊക്കെ ഇവിടെ സ്ലേറ്റ് ക്വാറി ആയിരുന്നു. ഈ റോക്കൊക്കെ എടുത്തെടുത്ത് ലാസ്റ്റ് ഒരു വലിയൊരു എംപ്റ്റി സ്പേസ് ഉണ്ടായി. അങ്ങനെയാണ് ഈ ഒരു മാസീവ് കേവ് ഫോം ആയത്. പിന്നെ ഈ എൻട്രൻസിലുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ക്രോസ് ചെയ്യുന്നതാണ് ഒരു ഫൺ എക്സ്പീരിയൻസ്. ഓൾസോ നെറ്റ്ഫ്ലിക്സിലെ ദ വിച്ചർ സീരീസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ് ഈ റൈഡൽ കേവ്. കൈയടിച്ചേ. ഹലോ. ഓ, അടുത്ത അപ്പുറത്ത് പോകണം. ഇവരൊക്കെ എന്തോ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നത്. ഗേൾഫ്രണ്ടിലായിട്ടാണോ? എൻ്റെ എല്ലാ ചളികൾക്കും ചിരിച്ചു തരുന്ന ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ. ഇത് കൈൻഡ് ഓഫ് ഒരു റൗണ്ട് ട്രിപ്പ് ലൂപ്പ് പോലെയാണ്. നമ്മൾ കേവിൽ നിന്ന് പിന്നെ താഴോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് റൈഡൽ വാട്ടർ കാണാൻ പറ്റും. അവിടെ നമുക്ക് സ്വിം ചെയ്യാം, കയാക്ക് ചെയ്യാം, പാഡൽ ബോർഡ് ചെയ്യാം. ആൻഡ് ദ വ്യൂസ് ആർ ലൈക്ക് റിയലി അമേസിങ്. സോ കുഞ്ഞ് ഹൈക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വന്നു. നമ്മൾ റൈഡൽ ടൗണിൽ തന്നെ അടിപൊളി ഫുഡ് സ്പോട്ടുണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. ഈ സ്പോട്ടായിരുന്നു ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്. ഇത് തേർണിയർ ഇൻഫിനിറ്റി പൂളാണ്. സോ ഇതൊരു ഹിഡൻ ജെമ്മാന്ന് പറഞ്ഞപ്പം ഞാൻ ഇത്രയും ഹിഡൻ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. കാരണം ഗൂഗിൾ മാപ്സിലൊന്നും ഇതിൻ്റെ സ്ഥലമൊന്നും പ്രത്യേകമായിട്ട് പറയുന്നുണ്ടായിരുന്നില്ല. സോ ഫൈനലി ഞാനൊരു റീലൊക്കെ കണ്ടുപിടിച്ച് അത് ഫോളോ ചെയ്ത് വഴിയൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴി കൂടെ പോകരുത്, അതുകൊണ്ടാണ് അവർ നോ പാത്ത് ടു ഇൻഫിനിറ്റി പൂളിൽ നിന്ന് എഴുതി വെച്ചേക്കുന്നത്. ആൻഡ് ലക്ലി വി കുഡ് സി എ ഗൈ ഓവർ ഹിയർ. പുള്ളി പറഞ്ഞു തന്നു നമ്മൾ അഗെയിൻ മെയിൻ റോട്ടിൽ കൂടെ നടന്ന് നെക്സ്റ്റ് കാണുന്ന ലെഫ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴിയെ പോയപ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വഴി പോകരുതെന്ന്. അപ്പോൾ അവിടെ കണ്ടൊരു അപ്പൂപ്പൻ ഈ വഴി പോകാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു നഗ്ന സത്യം പറയട്ടെ, ഇതും വഴിയല്ലായിരുന്നു. കാടൊക്കെ തെളിച്ച് നമ്മളുടെ മുകളിൽ എത്തുമായിരുന്നു. ആൻഡ് ഈ ഫോണിനൊക്കെ എന്നെക്കാളും പൊക്കെ ഉണ്ടായിരുന്നു. സോ വഴിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു ഓക്കെ എന്നാൽ താഴെ ഇറങ്ങി പോകാമെന്നും പറഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഒരപ്പച്ചനും അമ്മച്ചിയും ഇതുപോലെ കാടിൻ്റെ ഇടയിൽ കൂടെ വരുന്നു. എന്നിട്ട് ഇങ്ങനെ കാടും കടന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ എത്തുമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഇങ്ങനെ പോയി പ്രോപ്പർ വഴിയിലെത്തി. സോ നൗ ഇറ്റ്സ് ലൈക്ക് പ്രിറ്റി സ്ട്രെയിറ്റ് ഫോർവേഡ്. പക്ഷെ ഇത്ര നേരം വന്ന വഴി സ്റ്റിൽ വഴി തെറ്റതല്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്ര പൊട്ട വഴി കൂടിയാണ് ഞങ്ങൾ വന്നത്. ഇനിയിപ്പോൾ മണ്ടയിലെത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. എൻ്റെ അമ്മ ഭയങ്കര പാടായിരുന്നു. ഭയങ്കര കുത്തനെയുള്ള കേപ്പാണ്. കുത്തനെയുള്ള കേപ്പ് മാത്രമാണെങ്കിൽ പോട്ടെ, ഒരു മനുഷ്യനെ കാണാനില്ലായിരുന്നു. ഐ വാസ് ലിറ്ററലി ഫ്രൈറ്റൻഡ്.
ആൻഡ് അവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി എവറി സ്റ്റെപ്പ് വാസ് വർത്ത് ഇറ്റ്. ഇറ്റ് വാസ് അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു ഗ്യാങ് മലയാളീസ് റീല് കണ്ട് വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് പിന്നെ അവരെ കൊണ്ട് 2 വീഡിയോ ഒക്കെ എടുപ്പിച്ച് നമ്മൾ അവർക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്. ഇത് ആക്ച്വലി 3 ലെയർ ഓഫ് പൂളാണ്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ മണ്ടയ്ക്കും 2 പൂൾസും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഓൺ ദ വേ ഒരു ഷീപ്പിൻ്റെ അസ്ഥികൂടമൊക്കെ കിടപ്പുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി തിരിച്ചിറങ്ങിയപ്പോഴാണ് നമ്മൾ ഒറിജിനൽ വഴി കണ്ടത്. ശരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു വഴി, പക്ഷെ നമ്മൾ വന്നത് വേറെ രീതിയിലായിരുന്നു. അപ്പം അതായത് സ്റ്റന ലെയിൻ എന്ന് പറഞ്ഞൊരു ലെയിനുണ്ട്, അവിടുന്ന് വേണം കയറി വരാൻ. ആൻഡ് ഈ ഒരു മതിലിൻ്റെ സൈഡ് പിടിച്ച് ഇങ്ങ് വരെ വരാം. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഹോണിസ്റ്റർ പാസ് ഡ്രൈവിനാണ് പോയത്. പക്ഷേ ജോമി പറയുന്നത് വെയിൽസിലെ ബ്ലാക്ക് മൗണ്ടൻ പാസ് ഒക്കെ വെച്ച് നോക്കുമ്പം ഒന്നുമല്ല എന്ന്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ. സോ ഇവിടെ പോകുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാം. ആൻഡ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇഷ്ടമുള്ളവർക്ക് ഇൻസ്റ്റഗ്രാമിലെ ഹോണസ്റ്റർ സ്ലേറ്റ് മൈൻ പേജ് ചെക്ക് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ അതിക്രമങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ കെസ്വിക് ടൗണിൽ വന്ന് കുറച്ച് ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിൽ പോവാണ്. ഹലോ ഗായ്സ്, നമ്മൾ 4 മണിക്ക് എണീറ്റ് സൺറൈസ് ഹൈക്കിന് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 11 മണിയായി. ഇപ്പോഴാണ് നമ്മൾ എണീറ്റ് ഒരുങ്ങി വരുന്നത്. സോ നമ്മൾ വിൻഡർമിയറിൽ കയാക്ക് ചെയ്യാനാണ് പോകുന്നത്. റേറിക് മെഡോ കാർ പാർക്ക് എന്ന് പറഞ്ഞ അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അവിടുന്ന് ജസ്റ്റ് 2 മിനിറ്റ്സ് ഇതെല്ലാം എടുത്തുകൊണ്ട് നടന്നാൽ മതി. അതായിരുന്നു ദ ബെസ്റ്റ് പാർട്ട്. അങ്ങനെ നമ്മൾ കയാക്കൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പം ലൈക്ക് ഇവിടുത്തെ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ലേക്കാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ അധികം ഒന്നും പോയില്ല. പക്ഷേ ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡർമിയർ ലേക്കിൽ 18 ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഐലൻഡ്സിലേക്ക് പോകാൻ പറ്റും, നമുക്ക് കയാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു ഐലൻഡിലേക്ക് കയാക്കൊക്കെ ചെയ്തു. ഓൾസോ ഡൈവ് ചെയ്യാനും വൈൽഡ് സ്വിമ്മിങ്ങിനും കൂടിയൊക്കെ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ്. വെള്ളത്തിൽ നിന്നൊക്കെ കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മളവിടെ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയുടെ വാർണിംഗ് ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ പക്ഷേ അവിടെ ഒത്തിരി ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും അങ്ങനെ ആൾക്കാർ ഇറങ്ങുന്ന സ്ഥലത്ത് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഈ എൻ്റയർ ട്രിപ്പിൽ. നമ്മൾ UK ലാർജസ്റ്റ് നാച്ചുറൽ ലേക്കായ വിൻഡർമിയറിൽ കയാക്കൊക്കെ ചെയ്തിട്ട്. സോ എനിക്ക് ഇന്ന് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. ഒരു സൺസെറ്റ് കാണണം, ഹൈക്ക് ചെയ്യണം എന്നൊക്കെ, ഒരു വാട്ടർഫോൾസ് പോകണം എന്നൊക്കെ. പക്ഷേ ജോമിക്ക് പറ്റണില്ല, പ്രായമൊക്കെ ആയില്ലേ. അതുകൊണ്ട് നമ്മൾ ഇനി ഫുഡ് കഴിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തത് പെൻറിത്തിലെ ഒരു വിറ്റ്പാരോ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ഹോളിഡേ ഹോം സെറ്റപ്പ് ഒക്കെ പോലെയായിരുന്നു. സോ അവർക്ക് തന്നെ റെസ്റ്റോറൻറ്റ്സ്, പബ്ബ്, പൂള്, ഹോട്ട് ടബ്, ലാർജ് ഏക്കേഴ്സ് ഓഫ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഫുട്ബോൾ സെമി മാച്ച് നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. ഈ വെയിൻറൈറ്റ് എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഒരു ബിയറാണ്. സോ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് സൺസെറ്റ് ഒക്കെ ഏകദേശം ഒരു 8-9 PM ഒക്കെ ആകുമ്പോഴാണ്. സോ സെമി ഒക്കെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഓൾറെഡി സൺസെറ്റ് കളേഴ്സൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. അങ്ങനെ സെമിയൊക്കെ കണ്ടിട്ട് നമ്മളൊരു സൺസെറ്റൊക്കെ കാണാൻ നമ്മുടെ സ്റ്റേയുടെ തന്നെ തൊട്ട് സൈഡിലോട്ട് ഇറങ്ങി ഒരു അടിപൊളി സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വ്ലോഗ്. സോ മറ്റൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ.